നാഷൻ ഫസ്റ്റ്. ദേശീയ രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ, വിലയിരുത്തലുകൾ, ഇതൊക്കെ ചേർന്ന് വിദഗ്ധരുടെയൊക്കെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു സമഗ്രമായ ചിത്രമാണ് പറഞ്ഞു വെച്ചതുപോലെ തന്നെ ദേശീയതയുമായി ബന്ധപ്പെട്ട അതിന്റെ ഓരോ തുടിപ്പും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കും. സമഗ്ര ചിത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് പുത്തൻ പുലരിയിലെ ഒരു പ്രധാനപ്പെട്ട സെഗ്മെന്റായി വരാൻ പോകുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ഡൽഹി റീജിയണൽ ഹെഡ് എസ് ശ്രീകാന്ത് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീകാന്താണ് ഇത് കൃത്യമായി തന്നെ അവതരിപ്പിക്കുന്നത്. ശ്രീകാന്ത്, നമസ്തേ ശ്രീകാന്ത്. ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട കെപിയുടെ ഭാഷ കടമെടുത്താൽ തുടിപ്പുകളും അവലോകനങ്ങളും സ്പന്ദനങ്ങളും. നമസ്കാരം ശ്യാമ, സുരേഷ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്ന് മുതൽ ഡൽഹിയിൽ നിന്നും ഡൽഹി ബ്യൂറോയും ജനം ടിവിയും ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പുതിയ സെഗ്മെന്റ് ആരംഭിക്കുകയാണ്. നേഷൻ ഫസ്റ്റ് എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ, ആ ഒരു ദിവസം സംഭവിക്കാൻ സാധ്യതയുള്ള വാർത്തകൾ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സംഭവിച്ച വാർത്തകളുടെ യാഥാർത്ഥ്യം ഉൾപ്പെടെ അത് ദേശീയതയുമായി ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ, വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ, എക്സ്പ്ലെയിനറുകൾ, അങ്ങനെ സമ്പൂർണ്ണമായി ദേശീയതയുമായി ബന്ധപ്പെട്ടും ദേശീയ തലത്തിലെ വാർത്തകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം, ഒരു 10 മിനിറ്റ് ക്യാപ്സ്യൂൾ ടൈപ്പ് പ്രോഗ്രാമാണ് നമ്മൾ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആദ്യത്തെ ഒരു എപ്പിസോഡ് എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. മുഴുവൻ പ്രേക്ഷകർക്കും നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ് ഈ ഡീലിമിറ്റേഷനും അതോടൊപ്പം വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ. അതിൽ ഉയർന്നു വന്നിട്ടുള്ള സംശയം പലതുണ്ടായിരുന്നു. അതായത് സർക്കാർ കൊണ്ടുവന്ന ഈ ഒരു ബില്ല് അത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകുമോ? അതായിരുന്നു ഒരു ചോദ്യം. അതിനുള്ള മറുപടി നമ്മൾ വിദഗ്ധരായ ആളുകളിൽ നിന്നും ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ ബില്ലിനെ പ്രതിപക്ഷം എതിർത്തതുകൊണ്ട് എന്താണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടം? ഇനി കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും? ഈ വനിതാ സംവരണ ബില്ല് നടപ്പാകുമോ? ഈ ഡീലിമിറ്റേഷൻ നടപടികൾ നടപ്പാക്കാൻ സാധിക്കുമോ? അങ്ങനെ കുറേയധികം ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരവുമായി നമ്മോടൊപ്പം ഡൽഹിയിലെ മുതിർന്ന അഭിഭാഷകൻ, ഡൽഹി സുപ്രീം കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ്, മുതിർന്ന അഭിഭാഷകൻ ശ്രീ MR അഭിലാഷ് ചേരുകയാണ്. ഇന്നലെ MR അഭിലാഷുമായി നമ്മൾ സംസാരിച്ച ആ 1-to-1 ഒന്ന് കണ്ടുവരാം. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പരാജയപ്പെട്ട വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് പല സംശയങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ വനിതാ സംവരണ ബിൽ പരാജയപ്പെടാനുണ്ടായ സാഹചര്യം, സർക്കാരിൻ്റെ ഇനി മുന്നോട്ടുള്ള പോക്ക് എങ്ങനെ, തുടങ്ങിയ കാര്യങ്ങൾ, ഒട്ടനേകം ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടാനുണ്ട്. ഇതിൻ്റെ നിയമപരമായ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്. സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കൂടിയായ ശ്രീ MR അഭിലാഷ്. അദ്ദേഹത്തോട് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, സംശയങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം. ഇപ്പോൾ ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ തർക്കങ്ങൾ, കൂടുതൽ പ്രശ്നങ്ങൾ ഇവരുടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നത് എന്നാണ് കരുതുന്നത്. വനിതാ സംവരണ ബില്ല് അവതരിപ്പിക്കുകയും പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പിനെ തുടർന്നത് പാസ്സാകാതെ പോവുകയും ചെയ്യുകയായിരുന്നു. 815 സീറ്റായി ഉയർത്തിക്കൊണ്ട് ഈ വനിതാ സംവരണ ബില്ല് നടപ്പാക്കുന്നതിനെയാണ് എതിർക്കുന്നത് എന്ന് പ്രതിപക്ഷം പറയുകയും ചെയ്തു. അതിലെന്താണ് ആപത്കരമായിട്ടുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് നോക്കിയാൽ? അടിസ്ഥാനപരമായിട്ട് പെട്ടെന്ന് ഈ ബില്ല് നടപ്പാക്കുന്നതിൽ ഒരു രാഷ്ട്രീയ വിശ്വാസ്യത ഇല്ലായ്മ ആണ് പ്രതിപക്ഷത്തിനെ ഈ ബില്ല് എതിർക്കുവാൻ പ്രേരിപ്പിച്ചതെന്നാണ് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഇപ്പോൾ അംഗബലം കൂട്ടിക്കൊണ്ട് മണ്ഡല പുനർനിർണയവുമായി മുൻപോട്ട് പോയി കഴിഞ്ഞിരുന്നെങ്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭേദഗതി ഇല്ലാതെ മണ്ഡല പുനർനിർണയം നടത്തിയിരുന്നെങ്കിൽ കുറയുമായിരുന്ന അംഗബലം സംരക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിലധികം കൂട്ടിക്കിട്ടപ്പെടുകയോ ചെയ്യുമായിരുന്നു. അതിനുള്ള ഒരു അവസരം ഒരു പരിധിവരെ ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സംസ്ഥാനത്തിന് ഇപ്പോൾ കേരളത്തിന് 20 എന്നുള്ളത് 30 50% കൂട്ടുമ്പോൾ 30 ഇൻക്രീസ് ചെയ്യപ്പെടുമെന്നുള്ളതിനെ സംബന്ധിച്ച് ബില്ലിൽ ഒരു നിഷ്കർഷ ഇല്ലായിരുന്നു എന്നൊരു വിഷയവും ഉയർത്തപ്പെടുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലൊരു കൃത്യത ഇല്ലായിരുന്നു എന്നൊരു ചിന്ത
പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉളവാക്കി. എന്ന് മാത്രമല്ല, ഈ 2029 ഇലക്ഷന് മുമ്പ് ലോക്സഭയുടെ അംഗബലം കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയപരമായിട്ട് പ്രതിപക്ഷത്തിനെ അഡ്വേഴ്സായിട്ട് ബാധിക്കും, ദോഷകരമായി ബാധിക്കുമെന്നുള്ള ഒരു ചിന്തയും വരികയുണ്ടായി. പക്ഷേ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് പ്രായോഗികമായിരുന്നില്ല. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ചാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിയമപരമായി നോക്കിയാൽ ഈ കൊണ്ടുവന്ന ബില്ല് അത് ഈ പ്രതിപക്ഷം ഭയന്നതുപോലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഈ പാർലമെൻറ്റിലേക്ക് എംപിമാരെ അയക്കുന്നതിനുള്ള നിലവിൽ അവർക്കുള്ള അവരുടെ ഈ അവകാശങ്ങൾ അത് കവർന്നെടുക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് തോന്നുന്നുണ്ടോ? ആ ബില്ല് നടപ്പിലാക്കിയാൽ അങ്ങനെ തന്നെ അത് പാസ്സാക്കിയെടുത്താൽ ഈ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇപ്പോൾ വിഭാവനം ചെയ്ത ബില്ല് പാസ്സാക്കപ്പെട്ടിരുന്നുവെങ്കിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടേനെ. വാക്കാൽ പോലും ഇത്തരത്തിൽ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് 20-ൽ നിന്നും 30-ലേക്ക് ഇത് കൂട്ടിക്കിട്ടും എന്നൊരു അഷുറൻസ് പാർലമെൻറ്റിൻ്റെ ഫ്ലോറിൽ നടത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തൊരു ആശങ്കയുടെ കാര്യമില്ല. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി നടത്തി ഇത് കൊണ്ടുവന്നു കഴിഞ്ഞിരുന്നെങ്കിൽ ആശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ഈ എക്സർസൈസ് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നു. ഭേദഗതി ഇല്ലാത്ത ഒരവസരത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെൻസസിന് ശേഷം മണ്ഡല പുനർനിർണയം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ നെസസിറ്റിയാണ്. ആരും ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, പാർലമെൻറ്റിന് നിയമം പാസ്സാക്കിയേ തീരൂ. അങ്ങനെ പുനർനിർണയം നടത്തപ്പെടുമ്പോൾ കേരളത്തിൻ്റെ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ലോക്സഭയിലെ പ്രാതിനിധ്യം വളരെ പ്രകടമായിട്ട് കുറയും എന്നുള്ള ഒരു പൊളിറ്റിക്കൽ ഡിസഡ്വാൻറ്റേജ് നമുക്ക് നാഷണൽ പൊളിറ്റിക്സിൽ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഭരണഘടന നടത്തുന്ന ഒരു ശാസനമാണ്. ഓരോ സെൻസസിന് ശേഷവും ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പാർലമെൻറ്റിലെ പ്രാതിനിധ്യം പുനഃക്രമീകരിക്കണം, ലോക്സഭയിലെ പ്രാതിനിധ്യം പുനഃക്രമീകരിക്കണമെന്നുള്ളത് ഒരു ഭരണഘടനാ ശാസനയാണ്. അപ്പോൾ അതിനെ ആർക്കും തടയുവാൻ കഴിയില്ല. അതിനെ ഇത്തരത്തിൽ ഗുണകരമായി മാറ്റത്തോടുകൂടി നടപ്പാക്കാൻ കഴിയുക എന്നുള്ളത് നമുക്കൊരവസരം തന്നെയായിരുന്നു. അത് ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് പ്രകടമായി വരുന്നത്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു ഈ സെൻസസ് നടപ്പിലാക്കി കഴിഞ്ഞാൽ അതിനുശേഷം ഈ ഡീലിമിറ്റേഷൻ പ്രോസസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക്, വിശേഷിച്ച് കേരളത്തിന് തന്നെ എടുക്കാം, എത്ര സീറ്റുകൾ കുറവ് വരും എന്നുള്ളതാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ? അത് കേരളത്തിന് എങ്ങനെയാണ് ദോഷകരമായി ബാധിക്കുന്നത്? 4 മുതൽ 5 സീറ്റ് വരെ കുറഞ്ഞേക്കാം. അത് ഡീലിമിറ്റേഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം മാത്രമേ സെൻസസിൻ്റെ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ ഇത് സംബന്ധിച്ചൊരു കൃത്യത വരികയുള്ളൂ. 4 മുതൽ 5 സീറ്റ് വരെ കുറഞ്ഞേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസികളുടെ അതിരുകൾ പുനർനിർണ്ണയിക്കപ്പെടും, അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളുടെ അതിരുകൾ പുനർനിർണ്ണയിക്കപ്പെടും. ഇന്ന് നിലവിലുള്ള 20 കോൺസ്റ്റിറ്റ്യുവൻസിക്ക് പകരം 15 16 കോൺസ്റ്റിറ്റ്യുവൻസികളായി ഇത് ചുരുക്കപ്പെട്ടേക്കാം. അപ്പോൾ കേരളത്തിന് ലോക്സഭയിൽ കേരളത്തിലെ പ്രതിനിധികളുടെ ശബ്ദം, ആ ശബ്ദം ഇപ്പോൾ കേൾക്കുന്ന തരത്തിൽ ഉയർത്താൻ നമ്മുടെ അംഗബലം പ്രാപ്തമാകുകയില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളടക്കം, കഴിഞ്ഞ ദിവസം അതിനെ എതിർത്ത രാഷ്ട്രീയ പാർട്ടികളടക്കം ഒരുപക്ഷെ വീണ്ടും ഈ ഭേദഗതി വേണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വരാനുള്ള സാധ്യതയാണോ കാണുന്നത്? തീർച്ചയായിട്ടും അന്ന് ഭേദഗതിക്ക് വേണ്ടി ആവശ്യപ്പെടുമെന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ളൊരു സാധ്യത തന്നെയാണ്. കാരണം അന്നേരം ഈ നടപടിക്രമം നമ്മളെ എഫക്റ്റ് ചെയ്യുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളെ തുറച്ചു നോക്കുന്നുണ്ടല്ലോ. അന്നേരം ഭേദഗതി നമുക്ക് ആവശ്യപ്പെടും. പക്ഷേ ഭേദഗതി എന്ന് പറയുന്ന ആരുടെ അവകാശമല്ല, ആരുടെയും മൗലികാവകാശമോ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള അവകാശമല്ല. ഭരണഘടനയുടെ വളരെ പ്രകടമായിട്ടുള്ള വഴിയിലൂടെ മുൻപോട്ട് പോകുന്ന ആ യാത്രയിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് പാർലമെൻറ്റിലെ സ്പെഷ്യൽ മെജോറിറ്റിക്ക് മാത്രം സാധ്യമായിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചോളം ഈ ബില്ല് പരാജയപ്പെട്ടു. തുടർന്ന് അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന, നിയമപരമായി അവർക്ക് സ്വീകരിക്കാൻ കഴിയുന്ന, മുന്നോട്ട് പോകാൻ കഴിയുന്ന അവരുടെ മുന്നിലുള്ള പോംവഴി എന്തായിരിക്കും? സ്വാഭാവികമായും പാർലമെൻറ്റിൽ പരാജയപ്പെട്ട സ്ഥിതിക്ക് തൊട്ടടുത്ത നടപടിയായി അവർക്ക് കണക്കാക്കാൻ കഴിയുന്നത് എന്താണ്? പാർലമെൻറ്റിൽ ഇതൊരു പ്രകടമായിട്ടുള്ള ഒരു പരാജയം തന്നെയാണ്. അത് നിഷേധിക്കുവാൻ കഴിയില്ല. കാരണം ഒരു സർക്കാർ ഒരു ഭരണഘടനാ ഭേദഗതി ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാഴികക്കല്ലാണ്. ആ ഭേദഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ബില്ലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രൈവറ്റ് മെമ്പറിനും കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷേ അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഫലമില്ല. അപ്പോൾ ഗവൺമെൻറ് ബില്ല് ഭരണഘടനാ ഭേദഗതി വഴി കൊണ്ടുവരുമ്പോൾ അത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ അഭിമാന വിഷയമാണ്.
ഇപ്പോൾ അത് നടക്കാതെ വരുന്ന സ്ഥിതിക്ക് പിന്നെ ഈ ഓർഡിനറി ബില്ലുകളും ഇപ്പോൾ ഡീലിമിറ്റേഷൻ ബില്ലൊക്കെ അതിൻ്റെ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു എന്നത് തന്നെ സർക്കാർ എത്രത്തോളം ഈ വിഷയത്തിൽ സീരിയസ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അപ്പോൾ അത് പരാജയപ്പെട്ട സ്ഥിതിക്ക് ഇനി 2023 നിയമം നോട്ടിഫൈ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 2027 നടക്കുന്ന സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ ഉണ്ടാകും. ആ ഡീലിമിറ്റേഷന് ശേഷം മാത്രമേ 2023 ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം സ്ത്രീ സംവരണം ഉറപ്പാക്കുവാൻ കഴിയുകയുള്ളൂ. സ്ത്രീ സംവരണം നടപ്പിൽ വരുത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം നടക്കേണ്ടത് 2023 കഴിഞ്ഞ ദിവസങ്ങളിൽ നിലവിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്ന ഭരണഘടനാ ഭേദഗതി നിയമപ്രകാരം സ്ത്രീ സംവരണം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ആദ്യം സെൻസസ് നടക്കണം, പിന്നെ ഡീലിമിറ്റേഷൻ നടക്കണം. അങ്ങനെ പുനർനിർണയത്തിന് ശേഷം മാത്രമേ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് ഗൗരവമായിട്ട് സർക്കാരിന് കടക്കാൻ കഴിയും. തീർച്ചയായും ഈ വനിതാ സംവരണ ബില്ലും ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട നിയമപരമായ കാര്യങ്ങളും പ്രേക്ഷകർക്കിടയിൽ നിലനിന്നിരുന്ന സംശയങ്ങളും ഒരു പരിധിവരെ ദൂരീകരിക്കപ്പെട്ടു എന്നാണ് ഇതിലൂടെ പ്രതീക്ഷിക്കുന്നത്. ക്യാമറാമാൻ കൃഷ്ണകുമാറിനൊപ്പം എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം വനിതാ സംവരണവുമായി ബന്ധപ്പെട്ടും നമ്മുടെ മുന്നിലുണ്ടായിരുന്ന സംശയങ്ങൾക്കെല്ലാം ഒരു മറുപടി കിട്ടിക്കാണും എന്ന് കരുതുന്നു. ശ്രീ അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ്, അദ്ദേഹം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനാണ്. ഇത്തരം ഭരണഘടനാ വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ള വ്യക്തി കൂടിയാണ്. അദ്ദേഹമാണ് ഈ വിഷയത്തിൽ നമുക്ക് മറുപടി നൽകിയിട്ടുള്ളത്. പ്രിയപ്പെട്ട കോൺഗ്രസ് നേതാക്കളോടും അതോടൊപ്പം തന്നെ ജോൺ ബ്രിട്ടാസ്, സന്തോഷ് കുമാർ പോലെയുള്ള CPM-ലെയും CPI-ലെയും ഒക്കെ MP-മാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെയ്ത കൊടും പാതകം എന്തെന്ന് നമ്മുടെ കേരളത്തിലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകാം. 30 ലോക്സഭാ സീറ്റ് വരെ കേരളത്തിന് കിട്ടേണ്ടതായിരുന്നു. അത് നശിപ്പിച്ചത് ഈ CPM-ന്റെയും കോൺഗ്രസിന്റെയും കേരളത്തിൽ നിന്നുള്ള MP-മാർ അടക്കമാണ് എന്നുള്ളതാണ് ഇതിലൂടെ തെളിയുന്നത്. വനിതാ സംവരണം അത് നടപ്പാക്കിയേ തീരൂ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. അങ്ങനെ വനിതാ സംവരണം ഇനി നടപ്പാക്കുകയാണെങ്കിൽ ഡീലിമിറ്റേഷൻ പ്രോസസ്സ് കൂടി കഴിഞ്ഞ്, സെൻസസ് കഴിഞ്ഞ് ഡീലിമിറ്റേഷൻ പ്രോസസ്സ് കൂടി കഴിഞ്ഞ് നടപ്പാക്കുകയാണെങ്കിൽ കേരളത്തിന് ഇപ്പോഴുള്ള 20-ൽ നിന്നും 4ഓ 5ഓ സീറ്റ് വരെ കുറയാം എന്നുള്ളതാണ് ഈ കൊടും പാതകത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അതിൽ നിന്നും ഇനി ഈ കുറയുന്ന സംഖ്യയിൽ നിന്ന് വേണം 33% വനിതാ സംവരണം കൂടി നടപ്പാക്കാൻ. അങ്ങനെയെങ്കിൽ ഒരു 6 സീറ്റ് വരെ വനിതകൾക്ക് പോകും. ഇനി ഷമാ മുഹമ്മദിനെ പോലെയുള്ള ആളുകൾക്ക്, കോൺഗ്രസ് നേതാക്കൾക്ക് അത് ആശ്വസിക്കാം. കാരണം സീറ്റ് കിട്ടിയില്ല എന്നുള്ള വിലാപം അവസാനിപ്പിക്കാം. കേരളത്തിലെ പുരുഷ കേസരികൾക്ക് ഈ ഇലക്ഷനും പാർലമെന്ററി വ്യാമോഹവുമായി നടക്കുന്ന പുരുഷ കേസരികൾക്ക് തൽക്കാലം വീട്ടിലിരിക്കുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകും. ഇവർ തന്നെ ഇപ്പോൾ എം ആർ അഭിലാഷ് പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ആരാണോ എതിർത്തത് അവർ തന്നെ ഈ ഭേദഗതിയെ അനുകൂലിച്ചും ഭേദഗതി വേണം എന്നും പറഞ്ഞ് സമരം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് കാണാനും സാധിക്കും എന്നാണ് ഈ മുതിർന്ന അഭിഭാഷകൻ കൂടിയായ എം ആർ അഭിലാഷ് പറയുന്നത്. എന്തിന് നിങ്ങൾ ഈ കൊടും പാതകം ചെയ്തു എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഈ നേതാക്കളോട് ചോദിക്കാനുള്ളൂ. അതേസമയം നമ്മുടെ ഈ പരിപാടി അവസാന ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുൻപ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്നത്തെ ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ കൂടി പറഞ്ഞു പോകാം. അത് ഒന്ന്, വനിതാ സംവരണ ബില്ലിൽ പ്രതിപക്ഷത്തിനെതിരായ പ്രതിഷേധം രാജ്യവ്യാപകമായി തുടരുകയാണ്. ഇന്നും മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ ഡൽഹിയിലും അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലും വ്യാപകമായ പ്രതിഷേധം നടക്കുന്നുണ്ട്. ഇന്ന് പല സ്ഥലങ്ങളിലും BJP-യുടെ നേതൃത്വത്തിലും വലിയ പ്രതിഷേധം അരങ്ങേറുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിൽ. അതിന്റെ സമഗ്രമായ വിവരങ്ങൾ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ജനം TV വഴി മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്, നമ്മൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, മലയാളികൾ എവിടെ തെരഞ്ഞെടുപ്പ് നടന്നാലും അത് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഒന്ന്, ബംഗാൾ ഇലക്ഷനാണ്. 23, 29 തീയതികളിലാണ് ബംഗാൾ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ പോകുന്നു. അപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടവുമായി BJP-യും തൃണമൂൽ കോൺഗ്രസും മുന്നേറുന്ന കാഴ്ച അവിടെ കാണാൻ സാധിക്കും. രാഷ്ട്രീയ ചാണക്യൻ അമിത്ഷായുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ബംഗാളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ഒരു വലിയ തിരിച്ചുവരവിന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയൊക്കെ അവിടെ പോയി പൊതുജനങ്ങളുമായി ഇടപെടുന്നതടക്കം നമ്മൾ കണ്ടതാണ്. അങ്ങനെ വലിയൊരു മത്സരം അവിടെ നടക്കുന്നുണ്ട്. ബംഗാൾ തെരഞ്ഞെടുപ്പിന്റെ സമഗ്രമായ വിവരങ്ങൾ ഇന്ന് ജനം TV-യിലൂടെ പ്രേക്ഷകർക്ക് കിട്ടും. 3, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, രാഹുൽ ഗാന്ധി ഇന്ത്യക്കാരനാണോ അതോ വിദേശിയാണോ? അതാണ് ചോദ്യം. രാഹുൽ ഗാന്ധിയുടെ ബ്രിട്ടീഷ് പൗരത്വവുമായി ബന്ധപ്പെട്ട് അലഹബാദ് ഹൈക്കോടതിയിൽ ഒരു കേസ് നിലവിലുണ്ട്. ആ കേസ് ഇന്ന് അലഹബാദ് ഹൈക്കോടതി പരിഗണിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാഗം കൂടി കേൾക്കും
അലഹബാദ് ഹൈക്കോടതി എന്നുള്ളതാണ് നമുക്ക് ഇന്ന് കിട്ടുന്ന വിവരം. BJP പ്രവർത്തകനാണ് പരാതി നൽകിയത്. അതായത് ഇന്ത്യയെ വിദേശ രാജ്യങ്ങളിൽ പോയി അപമാനിച്ച, ഇന്ത്യയുടെ പട്ടാളക്കാരെ അപമാനിച്ച, ഇന്ത്യയിലെ ഓരോ പരിഷ്കരണങ്ങളെയും എതിർത്ത ഈ രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് യഥാർത്ഥത്തിൽ ഇന്ത്യക്കാരനാണോ അതോ അദ്ദേഹം ബ്രിട്ടീഷ് പൗരനാണോ എന്നുള്ളതാണ് ചോദ്യം. വല്ലാത്ത ആശങ്കയുണ്ടാക്കുന്ന ഒരു ചോദ്യമാണ്. കോടതി തന്നെ അതിന് ഉത്തരം കണ്ടെത്തട്ടെ എന്നേ പറയാനുള്ളൂ. അതിന്റെ സമഗ്രമായ വിവരങ്ങൾ ജനം ടിവിയിലൂടെ ഇന്ന് കാണാം. ഏറ്റവും ഒടുവിൽ ഈ ഹോർമുസിൽ ചില പ്രശ്നങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ കപ്പലിന് നേരെ ഒരു ആക്രമണം കൂടി ഉണ്ടായിരുന്നു. ആ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മര്യാദാപൂർവമല്ല ആ പ്രവർത്തനവും പ്രവൃത്തികളുമെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്നാണ് ഇന്ത്യ പറഞ്ഞിട്ടുള്ളത്. ഈ ഹോർമുസിലെ പ്രശ്നങ്ങൾ നമ്മുടെ LPG-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പ്രതിസന്ധിയാകുമോ എന്നുള്ള ഭയം കൂടിയുണ്ട്. അത് സംബന്ധിച്ചുള്ള ഒരു അപ്ഡേറ്റും നമ്മുടെ ഡൽഹിയിൽ നിന്നും നമുക്ക് നൽകാൻ സാധിക്കും. അങ്ങനെ സമഗ്രമായ ദേശീയ വാർത്തകളുമായി തുടർന്ന് ഇന്നത്തെ ദിവസം നമ്മൾ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ ഇതൊക്കെയാണ്. ഇനി ഇതല്ലാതെയുള്ള വാർത്തകളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നേഷൻ ഫസ്റ്റിന്റെ ആദ്യ എപ്പിസോഡ് മുഴുവൻ പ്രേക്ഷകർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.